സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, മലപ്പുറം നോർത്ത് ജില്ല സംഘടിപ്പിച്ചിട്ടുള്ള ഖുർആൻ സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും ഇന്നത്തെ ഈ ഒരു വൈകുന്നേര സമയത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കേരളത്തിലെ മിക്കവാറും ജില്ലകളിലെല്ലാം ഇൻഷാ അല്ലാഹ് കഴിഞ്ഞതും ഇനി വരാൻ പോകുന്നതുമായ സമ്മേളനങ്ങൾ, ആ കൂട്ടത്തിൽ ഇന്ന് എൻ്റെ അറിവിൽ ഇവിടെയും ഇതേ സമയത്ത് പാലക്കാട് ജില്ലയിലും ഖുർആൻ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ഇവിടെ നിന്ന് എന്ത് അറിവ് ലഭിക്കുന്നു എന്നത് പ്രധാനം തന്നെയാണ്. എന്നാൽ അതിലുപരി നല്ലൊരു വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു ഖുർആനിക സദസ്സിൽ ഒരുമിച്ച് കൂടുവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ സമയം കിട്ടി എന്നത് വളരെയധികം നമ്മുടെ മനസ്സിന് സന്തോഷവും സമാധാനവും പകരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നാടുകളിൽ നിന്ന് വാഹനമെടുത്ത് കുടുംബത്തെ കൂട്ടി സുഹൃത്തുക്കളെ സംഘടിപ്പിച്ച് നമ്മൾ നടത്തുന്ന ഈ ഒരു അധ്വാനം, ഇവിടെ ചിലവഴിക്കുന്ന സമയം തീർച്ചയായും നാളെ പരലോകത്ത് നമുക്ക് മധുരമായി അനുഭവപ്പെടുന്ന, പ്രതിഫലമായി തിരിച്ചു കിട്ടുന്ന, അള്ളാഹുവിൽ നമുക്കൊരു കടമായി തിരിച്ചു നൽകപ്പെടുന്ന നല്ലൊരു സമയമായി, സന്ദർഭമായി, പ്രവർത്തനമായി അള്ളാഹു നമ്മിൽ നിന്നെല്ലാം ഇതിനെ കബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും നമ്മൾ അങ്ങനെ വേർതിരിച്ച് ചിന്തിക്കാനോ ആലോചിക്കാനോ ചിലപ്പോൾ തയ്യാറായിട്ടുണ്ടായിരിക്കില്ല. ഞാൻ മനസ്സിലാക്കിയോടത്തോളം എൻ്റെ കയ്യിലും നിങ്ങളുടെ കയ്യിലുമെല്ലാം സ്മാർട്ട് ഫോണുകളുണ്ട്. ഫോൺ ഉപയോഗിക്കുന്നവരാണ് മിക്കവാറും ആളുകൾ. വാട്സപ്പും ഇൻ്റർനെറ്റും എല്ലാം ഉള്ള ഫോണുകളാണ് മിക്കവാറും ആളുകളുടെ കയ്യിലുള്ളത്. എന്നാൽ ഞാൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ സൗകര്യങ്ങളും, എൻ്റെ ഫോണിലുള്ള എല്ലാ സൗകര്യങ്ങളും എനിക്കറിയും എന്ന് പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ടാകും? നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൽ ഉപയോഗിക്കാവുന്ന സൗകര്യങ്ങളെല്ലാം എനിക്കറിയാം എന്ന് നമ്മൾ ആരെങ്കിലും പറയോ? പറയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരെങ്കിലുമൊക്കെ നമ്മൾ അടുത്ത് കാണുമ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടല്ലോ ഇതിൽ എന്ന് പറഞ്ഞ് കാണിച്ചു തരുമ്പോൾ ഇതുവരെ ഞാനത് കണ്ടിട്ടില്ല എന്നാണ് നമ്മളെല്ലാവരും പറയാറുള്ളത്. അങ്ങനെയെങ്കിൽ എത്ര പ്രയോജനം ഇപ്പോഴത്തേതിനേക്കാളും നമുക്ക് മൊബൈൽ ഫോൺ കൊണ്ടുണ്ട് എന്നത് നമ്മുടെ ചെറിയൊരു അറിവില്ലായ്മയായി പരിഗണിക്കാം. അതിൻ്റെ 1000 മടങ്ങ് അറിവില്ലായ്മ നമുക്കുണ്ട്. നമ്മുടെ അലമാരകളിലിരിക്കുന്ന, നമ്മുടെ മനസ്സുകളിലിരിക്കുന്ന, നമ്മുടെ പള്ളിയുടെ അലമാരകളിലിരിക്കുന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഈ ഗ്രന്ഥം എന്തുമാത്രം ഗുണം എനിക്കും നിങ്ങൾക്കും നൽകുമെന്ന് പലപ്പോഴും നമുക്കറിയില്ലെന്നതാണ് വസ്തുത. സത്യത്തിൽ അത്തരം ഒരു അറിവിലേക്കാണ് ഈ മഹാസമ്മേളനം നമ്മളെ നയിക്കുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടായ സ്വാധീനത്തെക്കുറിച്ച് വെറുതെ നമ്മുടെ അറിവിലും നമ്മുടെ അനുഭവത്തിലും വെച്ചുകൊണ്ട് നമുക്കൊന്ന് ആലോചിക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം ബോധ്യതയാണ്. അത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ചിലപ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, 5 നേരം നിസ്കരിക്കും, പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുന്ന ചില ആളുകളൊക്കെ ചില വിഷമങ്ങളൊക്കെ വരുമ്പോൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയും. അപ്പോൾ നമ്മൾ തന്നെ വിഷമിക്കും. എന്താണ്, അയാളെ മയ്യത്ത് നിസ്കരിക്കാൻ പോകാൻ പറ്റുമോ? നിസ്കരിക്കാൻ പറ്റുമോ? നിസ്കരിക്കുന്നതിനൊന്നും വിരോധമല്ല. അവിടെയുള്ള പണ്ഡിതന്മാരും നേതൃത്വത്തിലിരിക്കുന്ന ആളുകളൊന്നും പോകണ്ടെന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് നിസ്കരിക്കാം, അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താം. അതിൻ്റെ അർത്ഥം ആത്മഹത്യ ചെറിയൊരു തെറ്റാണെന്നല്ല, വലിയൊരു തെറ്റു തന്നെയാണ് ആത്മഹത്യ എന്ന് പറഞ്ഞത്. പക്ഷെ എങ്ങനെയാണ് അയാളത് ചെയ്തത്? കഴിഞ്ഞ വക്തിന് പള്ളിയിൽ കണ്ട വ്യക്തിക്ക് എങ്ങനെയാണത് ചെയ്യാൻ പറ്റിയത് എന്നാണ്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് നല്ല ബോധ്യമുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോകുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് വരും. അവിടെയൊക്കെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ബോധ്യതയാണ്. ആ ബോധ്യതയിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് ബോധ്യപ്പെടും. എന്താണ് ബോധ്യപ്പെടേണ്ടത് സുഹൃത്തുക്കളെ? എന്താണ് ബോധ്യപ്പെടേണ്ടത്? നമ്മുടെ ദീനും നമ്മുടെ വിശ്വാസവും തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതെവിടുന്ന ബോധ്യപ്പെടുക? വിശുദ്ധ ഖുർആനെ അത് ബോധ്യപ്പെടുള്ളൂ. ഇപ്പം ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ബോധ്യതയുടെ ഏറ്റവും വലിയ ചരിത്രം നമുക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നത് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഉമ്മത്തിൻ്റെയും കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം വലിയൊരു ബോധ്യം അവർക്കില്ലായിരുന്നുവെങ്കിൽ അവരൊരിക്കലും ഫിർഔന്റെ മുന്നിൽ പിടിച്ചു നിൽക്കുമായിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൽ അതാക ഹദീസു മൂസ
ഇദ് നാദാഹു റബ്ബുഹു ബിൽ വാദിൽ മുഖദ്ദസി തുവാ. വിശുദ്ധ ഖുർആൻ എത്ര സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെയും ഫിറഔൻ്റെയും സംഭവങ്ങൾ. എന്നിട്ട് ആ മൂസന്റെ കഥ വർത്തമാനം നിനക്ക് വന്നു കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് അള്ളാഹു പറയാണ്, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ ഫഅറാഹുൽ ആയത്തുൽ കുബ്രാ ഫകദ്ദബ വഅസ്വാ ثم അദ്ബറ യസ്ആ ഫഹശറ ഫനാദാ ഫഖാല അന റബ്ബുകുമുൽ അഅ്ലാ. അർത്ഥം പറയാത്തരം നമുക്കെല്ലാം അറിയാം. ആ ഫിർഔൻ ആളുകൾ ഒരുമിച്ച് കൂട്ടിയതും മൂസാ നബി അലൈഹി സ്വലാം അവിടെ വന്നതും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. എന്നാൽ ആ സന്ദർഭത്തിൽ വളരെ ശക്തമായി ഫിർഔൻ താക്കീത് ചെയ്തിട്ടും തലവെട്ടുമെന്ന് പറഞ്ഞിട്ടും കാലുവെട്ടുമെന്ന് പറഞ്ഞിട്ടും പതറാതെ നിൽക്കുന്നത് ഒരു ബോധ്യമാണ്. ആ ബോധ്യമുണ്ടോ? ഒരു രോഗത്തിന്റെ മുന്നിലും നമ്മൾ പതറില്ല. ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് മുന്നിലും ഒരു മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കൂല. നമ്മുടെ മുന്നിൽ വലിയ പ്രതീക്ഷകൾ ഉണ്ടാകും, വിശ്വാസത്തിന്റെ പ്രതീക്ഷ. കാരണം അള്ളാഹു എന്ന എല്ലാറ്റിനും കഴിയുന്ന ഒരു ശക്തിയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്. മരണത്തിനപ്പുറത്ത് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കുന്ന ഒരു സ്വർഗത്തെക്കുറിച്ച് ബോധ്യമുണ്ട്, ഒരു നരകത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ ചെയ്യോ സുഹൃത്തുക്കളെ? തൽക്കാലം വന്ന വിഷമത്തുനിന്ന് രക്ഷപ്പെടാനാണ് കയറ് കുടുക്കുന്നത്. കയറ് കുരുക്കിയാൽ എന്താ ഉണ്ടാവുക? നേരെ കബറിക്കാ പോവുക, പുതിയ ശിക്ഷ ആരംഭിക്കുക ചെയ്യണത്. അത് ദുനിയാവിന്റെ ദുരിതത്തിനേക്കാളും എത്രയോ വലുതല്ലേ? ദുനിയാവിന്റെ ദുരിതത്തിനേക്കാളും എത്രയോ വലുതാണ് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു മരണത്തിലൂടെ കൈവരിക്കാൻ പോകുന്നത്. അത് ബോധ്യമുള്ള ഒരാള് ഈ ദുനിയാവിലെ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമായിട്ട് ഒരല്പം വിഷം ഉപയോഗിക്കോ? കഴുത്തിലൊരു കയർ കുരുക്കൂല. ബോധ്യമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സത്യത്തിൽ ഈ ബോധ്യമില്ലായ്മ കൊണ്ട് വേറെയും പ്രശ്നമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്ത് ഒരു ആയത്ത് പറഞ്ഞാലും ഒരു ഹദീസ് പറഞ്ഞാലും ഒക്കെ അങ്ങനെ ഉണ്ടാവുമോ? അത് ശരിയാവുമോ? അങ്ങനെയൊക്കെ അള്ള പറയോ? അങ്ങനെയൊക്കെ റസൂല് പറയോ എന്ന് ചോദിക്കുന്ന ആളുകളുടെ എണ്ണം എത്രയോ അധികമാണ്. വിശുദ്ധ ഖുർആനും ഹദീസുമാണ് ഞങ്ങളുടെ പ്രമാണമെന്ന് പറയുന്നവർക്ക് തന്നെ സംശയമാണ്. എന്താ സംശയം? ആകാശത്തിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശാരോഹണം നടത്തി എന്ന് പറയുമ്പോൾ അത് തടി കൊണ്ടാണോ, ശരീരം കൊണ്ടാണോ, അതോ സ്വപ്നത്തിലാണോ എന്ന് തർക്കിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. വളരെ വ്യക്തതയോടുകൂടെ ഇസ്ലാം നമുക്ക് പറഞ്ഞത് ശരീരത്തോടുകൂടെ തന്നെയാണ് പോയത് എന്ന് 100% വ്യക്തതയോടുകൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടും അന്നത്തെ മുശ്രിക്കുകൾ പ്രകടിപ്പിച്ച സംശയം, അന്ന് അബൂജഹൽ പ്രകടിപ്പിച്ച സംശയം ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്നവർ പ്രകടിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശാരോഹണം ചെയ്ത് വന്നപ്പോൾ ഇതുവരെ പറഞ്ഞൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു, പക്ഷേ ഇതെന്തായാലും ഒരു കളവാകാതെ പറ്റില്ല. ഒരു രാവ് കൊണ്ട് ആകാശം മുഴുവനും ചുറ്റി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് കഴിയൂല എന്നാണ്. അതൊരു ബോധ്യമില്ലായ്മയാണ്, അബൂജഹലിന്റെ ബോധ്യമില്ലായ്മയാണ്. ആ ബോധ്യമില്ലായ്മ ഇന്ന് മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ വരുന്ന പുതിയ തലമുറകളായ കുട്ടികൾക്കൊക്കെ ഒന്നും വിശുദ്ധ ഖുർആനെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഒരു മദ്രസ പോയിട്ടുണ്ടാവും, എന്തെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ദീനെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇതൊരു വിസ്മയമായ അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണെന്നും അള്ളാഹുവിൻ്റെ വചനങ്ങളാണെന്നും അവർക്ക് മനസ്സ് തട്ടിയില്ലെങ്കിൽ എന്താ അറിയോ? ദീനിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്കും അവർ പറയും പറ്റൂല. ദീനിന്റെ ചെറിയ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ പറ്റൂല എന്നാണ് അവർ പറയാം. അങ്ങനെ പറ്റുകയില്ലെന്ന് പറയുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വിശുദ്ധ ഖുർആനുടെ ആ ബോധ്യത നമുക്ക് വേണം. ഖുർആൻ എന്ന് ലോകത്ത് അവതരിക്കപ്പെട്ടോ അന്ന് മുതൽ ഇന്ന് വരെ ആളുകളെ അത് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉത്ബത്ത് ബിൻ റബീഅ, ഒരു സംഭവം മാത്രം ഞാൻ പറയാം ആ ബോധ്യതക്കുള്ള ഉദാഹരണം. ഉത്ബത്ത് ബിൻ റബീഅ എന്ന് പറയുന്ന ആള് ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചതോടുകൂടെ മുസ്ലിങ്ങൾ ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങി. ഈ വർധനവ് വല്ലാതെ മുശ്രിക്കുകൾ അസ്വസ്ഥതപ്പെടുത്തി. അപ്പൊ അവരെന്ത് തീരുമാനിച്ചു എന്നറിയോ? എങ്ങനെയെങ്കിലും ഇതിനൊരു തടയിടണം എന്നാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നാണ്. ആ സമയത്താണ് ഉത്ബത്ത് റബീഅ പറഞ്ഞത്, ജനങ്ങളെ, എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഞാനൊരു സംസാരം സ്വകാര്യമായി മുഹമ്മദിനോട് നടത്തിയാൽ ചിലതൊക്കെ അവന് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ മനസ്സിലായാൽ അവൻ്റെ ശല്യവും ബുദ്ധിമുട്ടും നമുക്ക് കുറയും. എന്താ നീ ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്ന സമയത്ത് നൽകുന്ന വാഗ്ദാനങ്ങളുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ഉന്നതമായൊരു കുടുംബത്തിലെ ഏറ്റവും ഉന്നതനായൊരു വ്യക്തിയാണ് താങ്കൾ. മാത്രമല്ല താങ്കളുടെ ലക്ഷ്യം ധനമാണെങ്കിൽ ലോകത്ത് ഇന്നേ വരെ ഒരാളും നേടാത്ത ധനം ഞങ്ങൾ തരും. നിന്റെ അത്ര വലിയൊരു സമ്പന്നൻ ഇവിടെ ഉണ്ടാവില്ല, ഞാൻ ഉറപ്പ് തരാം. നേതൃത്വമാണ് നിനക്ക് ആവശ്യമെങ്കിൽ നിന്നെ അനുസരിക്കുന്ന പോലെ ലോകത്ത് മറ്റാരും അനുസരിക്കാത്ത നേതൃത്വം നിനക്ക് ഞങ്ങൾ തരും. എല്ലാ വാഗ്ദാനവും നടത്തി. അവസാനം ഇതൊക്കെ കേട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അബുൽ വലീദേ, കഴിഞ്ഞോ? നിനക്ക് എന്നെ ബോധവൽക്കരിക്കാനുള്ള വർത്തമാനങ്ങളൊക്കെ കഴിഞ്ഞോ എന്നാണ്.
കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, എങ്കിൽ നീ എന്നെ കേൾക്കുന്നതാണ്. ഫസ്തമിഅ മിന്നി, എന്നിൽ നിന്നൊന്ന് ശ്രദ്ധിച്ച് കുറച്ച് കേൾക്കുന്നതാണ്. എന്നിട്ട് എന്താ സുഹൃത്ത്, നമ്മൾക്കൊന്ന് എടുത്തു ഓതി വെക്കണം. അതായത് ഹാമീം സൂറത്ത് ഫുസ്സിലത്തിലെ ഏതാനും വചനങ്ങളാണ് അള്ളാഹുവിന്റെ റസൂൽ ഓതിക്കൊടുത്ത്. വെറുതെ വചനങ്ങളൊന്ന് കേട്ടു നിങ്ങൾ. ചെറുതായിട്ടൊന്ന് അറബി ഖുറാന്റെ അർത്ഥം മനസ്സിലാകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം തരിച്ചിരിക്കും. ഓതാൻ തുടങ്ങിയപ്പോൾ ഈ റബിയ എന്ത് ചെയ്തു അറിയാം, അദ്ദേഹം 2 കൈയും ബാക്കിലേക്ക് കുത്തിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണം ഇങ്ങനെ അതീവ ശ്രദ്ധയോടുകൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു എന്നാണ്. തൻസീലും ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം, പരമകാരുണ്യങ്ങളിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വചനങ്ങൾ. കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമിൻ യഅലമൂൻ. ചിന്തിക്കുന്ന ജനങ്ങൾക്ക് വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ഒരു ഗ്രന്ഥമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ബശീറൻ വനദീറ ഫഅറദ അക്തറുഹും ഫഹും ലാ യസ്മഊൻ. ഇത് സന്തോഷ വാർത്ത അറിയിക്കുന്നവനും താക്കീതുകാരനുമായി വന്നു. പക്ഷെ അധികം ആളുകൾ ഇത് കേൾക്കണില്ല എന്നാണ്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓത്ത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഖാല ഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ വതജ്അലൂന ലഹു അൻദാദ ദാലിക റബ്ബുൽ ആലമീൻ وجعل فيها رواسي من فوقها وبارك فيها وقدر فيها أقواتها في 4 أيام سواء للسائلين. ആകാശത്തിന്റെ സൃഷ്ടിപ്പ് ഭൂമിയുടെ സൃഷ്ടിപ്പൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം സുജൂദിന്റെ ആയത്ത് വരുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ വീഴാണ്. നബിന്റെ കൂടെ അയാളും സുജൂദ് വീഴാൻ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് ജനങ്ങളിലേക്ക് പോവാണ്. ജനങ്ങളിലേക്ക് പോയിട്ട് വിശുദ്ധ ഖുർആന്റെ മഹത്വത്തെക്കുറിച്ച് അവരോട് പറയുന്ന ഒരു രംഗമുണ്ട്. നിങ്ങൾ ആലോചിക്കുന്ന, നബി ഒന്നും ചെയ്തില്ല. ഖുർആൻ എന്നൊരു നിശ്ചിത ഭാഗം എടുത്ത് ഓതിക്കൊടുക്കുക മാത്രമേ ചെയ്തുള്ളൂ. സുഹൃത്തുക്കളെ, ഇതൊന്ന് ഓതി ഇതിൻ്റെ അർത്ഥം ഒന്ന് കേട്ട് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഖുർആൻ കേൾക്കാത്ത ഒരാൾക്ക് ഒരു സൂറത്തിൻ്റെ 10 ആയത്ത് കേട്ടപ്പോഴേക്കും മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ 30 ജുസിൻ്റെ അർത്ഥം വായിച്ച ആൾക്കാരാണ് നമ്മളൊക്കെ. 30 ജുസിൻ്റെ അർത്ഥം വായിച്ചവരും കേട്ടവരുമാണ് നമ്മളൊക്കെ. ശരിക്കൊന്ന് ചിന്തിച്ച് ആലോചിച്ച് അത് അള്ളാഹുവിൻ്റെ വചനം എന്ന നിലക്കുള്ള ശ്രദ്ധയോടുകൂടെയുള്ള ഒരു പഠനമുണ്ട്. ലിയദ്ദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. അതിൻ്റെ ആയത്തുകളെ വിശകലനം ചെയ്ത് പഠിക്കാം, എന്നിട്ട് ചിന്തിച്ച് മനസ്സിലാക്കാം. അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു വാക്ക് മനസ്സിലാക്കിയാൽ നമ്മൾ കോരിത്തരിച്ചു പോകും. നമ്മുടെ രോമങ്ങൾ എടുത്തു തുടിക്കും, നമ്മുടെ രോമാഞ്ചം കൊള്ളും. അങ്ങനത്തെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ. ആ ഒരു മാറ്റം തലമുറയിലൂടെ വന്നു. ശരിക്കും ആ ബോധ്യതയിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരു സംശയം ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ റസൂലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ സംശയം ഉണ്ടാവില്ല. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. വിശുദ്ധ ഖുർആൻ സ്വാധീനിച്ചതിൻ്റെ ഒരു കാരണം അതിൻ്റെ അമാനുഷികത തന്നെയാണ്. അത് നമുക്കും ബോധ്യപ്പെടണം. അതിനനുസരിച്ചുള്ളൊരു പഠനം വിശുദ്ധ ഖുർആൻ നമ്മൾ നടത്തണം. ആ നിലയ്ക്ക് വിവരമുള്ളവരിൽ നിന്നും വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേൾക്കണം. രണ്ടാമത്തൊരു കാര്യം എന്താണ് അറിയോ, അള്ളാഹു ഈ വിശുദ്ധ ഖുർആനെ നമുക്ക് തന്നിരിക്കുന്നത് 100% നമ്മുടെ ജീവിത പ്രകൃതിയോട് യോജിക്കുന്ന നിലക്കാണ്. നമ്മൾ ദീനിൻ്റെ ഖുർആന്റെ എന്തെങ്കിലും ആശയങ്ങളെ സ്വീകരിക്കുമ്പോഴേക്കും അത് നമുക്ക് വല്ലാത്തൊരു അനുഭവമാണ് ഉണ്ടായിത്തീരുക. ഫഅഖിബ് വജ്ഹക ലിദ്ദീൻ, നീ ദീനിലേക്ക് തിരിയുക എന്നാണ്. ദീൻ പറഞ്ഞാൽ എന്താണ്? ഏറ്റവും പ്രധാനം 3 കാര്യങ്ങൾ. ഒന്ന് ഈമാനാണ്, ഒന്ന് ഇസ്ലാമാണ്, ഒന്ന് ഇഹ്സാനാണ്. നമ്മൾ അനുഷ്ഠിക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും നമുക്ക് ഈ 3-ൽ പെടുത്താൻ പറ്റും. എന്താ ഈമാൻ? ഒന്ന് വിശ്വാസമാണ് സുഹൃത്തുക്കളെ. വിശ്വാസം നമുക്ക് നൽകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമില്ല എന്നാണ്. ഞാനൊരു അടുത്ത സന്ദർഭത്തിൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ ഇടയായി. അപ്പോൾ ആ രോഗീനെ അധികം ആളുകളൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്ഥിരം താമസിക്കുന്ന സ്ഥലത്ത് നിന്നും അദ്ദേഹം വേറൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്, ആളുകൾ വിസിറ്റേഴ്സിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെ താമസിക്കും. പിന്നെ അവിടെയൊക്കെ നമ്മൾ ഇടങ്ങേറായി ബുദ്ധിമുട്ടി ചെല്ലണോ എന്ന് മനസ്സിങ്ങനെ ചോദിച്ചു. എന്നാലും നമുക്ക് വെറുതെ ഒരു സമ്മതം ചോദിച്ചു നോക്കാം. അയാൾക്ക് സമ്മതമാണെങ്കിൽ എന്താണ് അയാളെ കാണുന്നതിന്? അവിടെ ഞാൻ നേരിട്ടല്ലാതെ ഒരു സമ്മതം ചോദിച്ചു. സമ്മതം ചോദിച്ചപ്പോൾ അയാൾ നമ്മളെ പഴയ കാലത്തൊരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മുഖേന സമ്മതം ചോദിച്ചപ്പോൾ അയാൾ സമ്മതം തന്നു. അങ്ങനെ അവരിപ്പോൾ താമസിക്കുന്ന സ്ഥലം പറഞ്ഞു തന്നു. ഞങ്ങൾ പോയി ചെന്ന് അയാളെ ഞാൻ കാണുന്ന സമയത്ത് എന്താ വെച്ചാൽ ഇരുന്ന് മരുന്നോ ഗുളികയോ എന്തൊക്കെ അയാൾ കഴിക്കണം. അപ്പം അത്രമാത്രം വിഷാദവും ദുഃഖവും നിരാശയും ആ രോഗത്തിൻ്റെതായ മുഖത്ത് പ്രകടമാകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ
ഒരു വിശ്വാസി എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തേണ്ട കാര്യങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച്, ഖലാ-ഖദറിനെ കുറിച്ച് ഒക്കെയുള്ള ആ വിശ്വാസപരമായ കാര്യങ്ങളെ നമ്മുടേതായ ഒരു ഭാഷയിൽ നമ്മൾ അയാളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സുഹൃത്തുക്കൾ, ശരിക്കും ആ വിശ്വാസത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് കാണാൻ പറ്റും. അയാളെ കണ്ണുകൾ തെളിഞ്ഞു വന്നു. മാത്രമല്ല, ഒരു അത്ഭുതം എനിക്കുണ്ടായി. അദ്ദേഹം അതുവരെ പിടിച്ചാൽ മാത്രമേ എഴുന്നേൽക്കുള്ളൂ, ആളുകൾ, ഭാര്യ എല്ലാ കാര്യത്തിനും കൂടെ വേണം, കയ്യിൽ വെള്ളം എടുത്തു കൊടുക്കണം. ഞാനും എൻ്റെ സുഹൃത്തും എഴുന്നേറ്റ് ഇറങ്ങുമ്പോൾ അയാളും എന്നെ യാത്രയാക്കാൻ വേണ്ടി എഴുന്നേറ്റത് മാത്രമേ അയാൾ സിറ്റ് ഔട്ട് വരെ വന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വൈഫിട്ടൊരു വോയിസ് ഞാൻ കേട്ടു. ആ സംസാരത്തോടു കൂടെ തലേന്ന് തലവേദന എന്ന് പറഞ്ഞ് ഉറങ്ങാതെ കിടന്നിരുന്ന ആ വ്യക്തി അന്നു രാത്രി സമാധാനത്തോടെയും സുഖത്തോടെ ഉറങ്ങി. സുഹൃത്തുക്കളെ, എന്താണ് അവിടെ പ്രവർത്തിച്ചത്? ഞാനും നിങ്ങളും എന്നും നിവർത്തി വെക്കുന്ന വിശുദ്ധ ഖുർആൻ, അതിൽ പറയുന്ന ഈമാൻ, ഇതൊക്കെ നമുക്ക് മനസ്സിലായോ? നമ്മൾ ആലോചിക്കണം. അത് മനസ്സിലായാൽ ഇന്നത്തെ രാത്രി എന്തെന്തൊക്കെ പ്രശ്നങ്ങൾക്ക് മേലെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും നിങ്ങൾ സമാധാനത്തോടെ കടന്നുറങ്ങും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. വിശ്വാസം അത് നമ്മുടെ ജീവിത പ്രകൃതിക്ക്, ഫിത്രത്തിന്, ആ വിശ്വാസം കൊണ്ട് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. നമ്മളെ പഠിച്ചവൻ അങ്ങനെ സൃഷ്ടിച്ചത്. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ട് നമുക്കൊരു വിശ്വാസത്തെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ആ വിശ്വാസം കൊണ്ട് മാത്രമേ നമുക്കിവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാകുന്ന അന്നേ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിർഭയത്വം വരുള്ളൂ. എന്ത് ഈമാൻ എന്ന് പറഞ്ഞാൽ അമ്നാണ് സുഹൃത്തുക്കളെ. എന്താ അമ്ന പറഞ്ഞാൽ? ഒരു പേടി ഉണ്ടാവില്ല എന്നാണ്. ജീവിതത്തിൽ ഒരു പേടി ഉണ്ടാവില്ല. എല്ലാ ഭയങ്ങളിൽ നിന്നും നമ്മൾ മുക്തമാവാണ്. നോക്ക്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കിന് എന്നെ എന്താ പ്രശ്നം? രാവിലെ എഴുന്നേറ്റ് ഞാനൊരു മാനസിക പ്രശ്നമുള്ള ഒരാളോട് അദ്ദേഹം മരുന്നിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മരുന്ന് ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഡോക്ടറെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തിനാണ് മരുന്ന് കഴിക്കുന്നത്? ഉറക്കമില്ലാതുണ്ടോ? അയാൾ പറഞ്ഞു, ഉറക്കമില്ലാത്ത പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ മരുന്ന് കഴിക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും വയലൻ്റ് ആയി പോകുന്നുണ്ടോ? അങ്ങനെയൊന്നും പ്രശ്നമില്ല. അപ്പം അദ്ദേഹം പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെയോ മനസ്സിൽ വരും. പിന്നെ എനിക്ക് അവിടെ നിന്ന് നീക്കാൻ തോന്നൂല, അപ്പം അവിടെ തന്നെ കിടക്കാൻ തോന്നുന്നതാണ് അദ്ദേഹം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതിനാണ് ഇപ്പം നിങ്ങൾ മരുന്ന് കഴിക്കണമെന്ന് വെച്ചു. എന്താ നിങ്ങളൊരു കാര്യം ചെയ്യും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളല്ലേ 3 കെട്ടിടും ശൈത്താന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ആ 3 കെട്ടഴിയാൻ പ്രശ്നമൊന്നുമില്ല. അള്ളാഹിൻ്റെ ദിക്റോടുകൂടെ ഒളുവെടുത്ത് വന്ന് 2 റക്അത്ത് നിസ്കരിച്ചാൽ പറ്റൂ. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ട് വെച്ചു. അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മളങ്ങനെ ഏകദേശം മരുന്നൊക്കെ കഴിച്ചിട്ട് പിന്നെ വന്നിട്ട് സുബഹി നിസ്കരിക്കുന്നേ ഉള്ളൂ. ഒന്ന് ചെയ്ത് നോക്കി. കാരണം അദ്ദേഹം പറഞ്ഞോ, ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഓർമ്മ വരും അപ്പോഴാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ കാരണം ഒന്ന് ജീവിതത്തിൽ മേജറായി നിൽക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് എന്തോ അത് മനസ്സിൽ വരും. പിന്നെ അന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണോ അതാണ് രണ്ടാമത് വരിക. പിന്നെ പലർക്കും അവിടുന്ന് എഴുന്നേൽക്കാൻ പിന്നെ പലപ്പോഴും പറ്റില്ല. ഈ ചിന്തകളെ അതിജീവിക്കുവാനുള്ള മാർഗം എന്താണ് സുഹൃത്തുക്കളെ? നമ്മുടെ വിശ്വാസം കൊണ്ട്, നമ്മുടെ ഈമാൻ കൊണ്ട് പറ്റുള്ളൂ. പേടി, നിർഭയത്വം, അതാണ് നിർഭയത്വം. അങ്ങനെ ഉണ്ടാവുള്ളൂ. ആ വല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. ഈമാനിൽ ശിർക്ക് കലരാത്ത ആളുകൾ, അവർക്ക് നിർഭയത്വമുണ്ട്, അവർ സന്മാർഗമുള്ളവരാണ്. നാസിർ സായിദ് റഹ്മത്തുള്ളാഹി ഈ ആയത്ത് വിശദീകരിക്കുക പറഞ്ഞു, നിങ്ങൾക്ക് നിർഭയത്വം കിട്ടുന്നില്ലേ? എവിടെയോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് നമ്മുടെ ഈമാൻ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിർഭയരായിരിക്കും. അല്ലാഹ് ഇതൊരു അടയാളമായി പറയാണ്, സന്മാർഗം കിട്ടുന്നവന്റെ അടയാളമായി പറയാണ് നിർഭയത്വം. അപ്പൊ നിർഭയത്വം കിട്ടുമ്പോഴേ നമ്മുടെ ഈമാൻ ശരിയായി വരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഈമാൻ അതാണ്. ഇസ്ലാം എന്താണ് സുഹൃത്തുക്കളെ? ഇസ്ലാം എന്താണ്? ഞാൻ പറയാം, ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം അള്ളാഹ്ക്ക് അറിയാം. അതുകൊണ്ട് ജീവിതത്തിൽ ഓരോ ബ്രേക്ക് ഉണ്ട്. ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ബ്രേക്ക് എടുക്കൂലേ? ഒരു ദിവസം എന്ത് തിരക്കുണ്ടെങ്കിലും സുഹൃത്തുക്കളെ, ഉച്ചക്കത്തെ ഭക്ഷണം നമ്മൾ കഴിക്കൂലേ, രാവിലത്തെ നാസ്ത നമ്മൾ കഴിക്കൂലേ, ഇടയ്ക്ക് ചായ നമ്മൾ കുടിക്കൂലേ, എല്ലാം ചെയ്യും. ഒരു ദിവസത്തെ 24 മണിക്കൂറുകൾ അള്ളാഹു വിഭജിച്ചിട്ടാണ് നമുക്ക് എന്ത് തന്നു കാര്യങ്ങൾ 5 നേരത്തെ നിസ്കാരം തന്നു. ആ 5 നേരത്തെ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിക്ക് യോജിക്കുന്നതാണ്. ആ നിസ്കാരം കൊണ്ട് കിട്ടുന്ന ഒരു റിലാക്സേഷൻ, ഖുറത്തു ഐനി ബിസ്സല, അത് ഭയങ്കരമാണ്. അത് നമ്മൾ ആ മനസ്സാന്നിധ്യത്തോടെ നിസ്കരിച്ചാൽ അതുവരെയുള്ള എല്ലാ പ്രശ്നവും അതോട് പരിഹരിക്കും. അഞ്ച് നേരത്തെ നിസ്കാരത്തെ കുറിച്ച് പറയാണ്. ആ സൂര്യൻ തെറ്റിക്കഴിഞ്ഞാൽ ളുഹ്റും അസറും പിന്നെ രാത്രി വരെ ഇശാവും പിന്നെ മഗ്രിബിയും എല്ലാം പെടും. പിന്നെ ഖുർആനുൽ ഫജ്ർ സുബ്ഹിയും
ആ നിസ്കാരം ശരിക്കണ്ട് നിർവഹിച്ചാൽ സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മുടെ മനുഷ്യ പ്രകൃതിയിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവാൻ വേണ്ടി നിശ്ചയിച്ചു. പക്ഷെ നമ്മൾ അങ്ങനെ നിർവഹിക്കുമ്പോഴേ ആ ഒരു അനുഭവം കിട്ടുള്ളൂ. ഖുർആൻ പറയുന്ന നിസ്കാരത്തിൻ്റെ അനുഭവം കിട്ടും. എന്താ ഇഹ്സാൻ? ഇഹ്സാൻ, നാളെ രാവിലെ നിങ്ങളുടെ മുറ്റത്ത് ഒരാൾ വന്നു, അയാൾക്ക് നിങ്ങൾ എന്തെങ്കിലും മനസ്സറിഞ്ഞ്, ഒഴിവാക്കാനല്ല കേട്ടോ, മനസ്സറിഞ്ഞ് നിങ്ങൾ അയാളെ സഹായിച്ചു, അയാൾ സന്തോഷത്തോടെ തിരിച്ചുപോയി. നമ്മുടെ മനസ്സിനുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അത് അടിമകളോട് നമ്മൾ ചെയ്യുന്ന ഇഹ്സാനാണ്. അള്ളാഹിനോടുള്ള ഇഹ്സാൻ എന്താണ്? അൻ തഅ്ബുദ റബ്ബക കഅന്നക തറാഹു. ജീവിതം മുഴുവനും അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണെന്നുള്ള ബോധ്യം. എന്ത് ചെയ്യുമ്പോഴും ഇത് പടച്ചോൻ്റെ പ്രതിഫലം എന്നതിനപ്പുറത്ത് മറ്റൊന്നും മനസ്സിക്ക് വരാതെ നമ്മുടെ ആരാധനകളും ദിക്റുകളും ദുആകളും ഒക്കെ നിർവഹിക്കുമ്പോൾ ഒരു നിർവൃതിയുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രകൃതിക്ക് യോജിക്കുന്ന ഒന്നാണ്. ആ പ്രകൃതിക്ക് മാറ്റം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തെ ശരിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ ആ ഇസ്ലാമികമായ ഖുർആനികമായ നിർദ്ദേശങ്ങളെ അനുഭവത്തിൽ കൊണ്ടുവന്ന് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിന് വല്ലാത്ത ഒരു ആനന്ദമുണ്ടാകും. ഓരോ ദിവസവും ഏറ്റവും ആസ്വാദകരങ്ങളായ ദിനങ്ങളായിത്തീരും. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ഖുർആൻ കൊണ്ട് സന്തോഷിക്കുന്നത്. ഖുർആൻ കൊണ്ട് സന്തോഷിക്കാന്നൊരു പരിപാടിയുണ്ട്. കുൽ ബിഫളില്ലാഹി വബിറഹ്മതി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അള്ളാഹ് തന്ന ഔദാരിയാണ് ഖുർആൻ. ആണ് ഖുർആൻ കൊണ്ട് സന്തോഷിക്കാൻ പറയുന്നത്. എങ്ങനെ ഖുർആൻ കൊണ്ട് സന്തോഷിക്കുക സുഹൃത്തുക്കളെ? നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകൃതിക്ക് ഇണങ്ങുന്ന നിലക്ക് അള്ളാഹു തന്ന ഈ ദീനിനെ ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായും അതിൻ്റെ സ്വാധീനമുണ്ടാകും. മൂന്നാമത്തത് എന്താ? ഞാൻ ഒന്ന് പറഞ്ഞു, വിശുദ്ധ ഖുർആൻ ഒരു അമാനുഷിക ഗ്രന്ഥമെന്ന നിലക്ക് നമ്മളെ സ്വാധീനിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, നമ്മുടെ പ്രകൃതിയിലേക്ക് അള്ളാഹു തന്ന പ്രകൃതി മതമാണ് ഇസ്ലാം. അത് നമ്മുടെ പ്രകൃതിയോട് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ഓരോ നിമിഷങ്ങളും ആഹ്ലാദകരമായി തീരും. മൂന്നാമത്തെ വശം തരുന്നു. സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം, ജീവിതത്തിൽ ആളുകൾക്ക് അസ്വസ്ഥതകളും എന്തെങ്കിലുമൊക്കെ മാനസിക ടെൻഷനായിട്ടൊക്കെ വരുന്ന ആളുകളോട് നമ്മൾ കുറേ സമയമെടുത്തിട്ട് എന്താ ചോദിക്കാറെങ്കിൽ, അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണില്ലേറെ നമ്മൾ ചോദിക്കുക ചെയ്യാം, അവരെ ഹിസ്റ്ററി എടുക്കുക ചെയ്യുക. അപ്പം എന്താ ചോദിക്കുക? ഇയാൾക്ക് ഒരു ടെൻഷൻ വരാൻ എന്താണ് കാരണം? അതല്ലേ നമ്മൾ അന്വേഷിക്കുക. 3 കാരണം ഉണ്ടാകുക പ്രധാനം. 3 കാര്യത്തുമ്പോൾ തൊടുമ്പോഴാണ് ആളുകൾക്ക് മാനസിക പ്രശ്നങ്ങൾ വരിക. ഒരു കാര്യം എന്താണ് അറിയങ്ങൾ? ഒരു കാര്യം നമ്മുടെ ജീവനാണ്. അസുഖം വന്നുണ്ടാവും. അവിടെ ഒരു മേജർ ആക്സിഡൻറ്റ് കഴിയുക, മേജർ അറ്റാക്ക് കഴിയുക, അല്ലെങ്കിൽ അയലോക്കത്തെ ഏതെങ്കിലും ഒരു സമപ്രായക്കാരൻ മരണപ്പെടുക, നമ്മുടെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് തോന്നുന്ന ഒരവസ്ഥ വന്നാൽ നമ്മുടെ മാനസിക നില തെറ്റും. അതുകൊണ്ട് പലപ്പോഴും മാരക രോഗങ്ങൾ വന്നവർക്കൊക്കെ നമ്മൾ ചെറിയ കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. എന്തിനറിയോ? കാരണം ജീവിതത്തിന് അപകടം പറ്റിയോ എന്ന് ചിന്തിക്കുമ്പോൾ പിന്നെ മനസ്സിന് പിടിച്ചു നിൽക്കാൻ പറ്റൂല. ഒന്നതാണ്. അതിനെന്താണ് സുഹൃത്തുക്കളെ പരിഹാരം? ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വേണം. ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വേണം. അതാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യനെ ബോധ്യപ്പെടുന്ന ഏറ്റവും വലിയ കാര്യം. ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ളവന് ജീവിതത്തിൻ്റെ ഒരു രംഗങ്ങളിലും ഒന്നും പതറിപ്പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല എന്നാണ്. നമ്മൾക്ക് രോഗങ്ങൾ വരും, നമുക്ക് പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. കാരണം എന്താ? ഇവിടെ ഈ ലോകത്ത് മരണപ്പെടുന്നത് വരെ എന്തല്ല, എല്ലാ കാര്യങ്ങളിൽ നിന്നുമുള്ളൊരു സുരക്ഷിതത്വം നമുക്ക് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. മറിച്ചോ അള്ളാഹു പല പ്രതികൂലതകളെ കൊണ്ട് നിരന്തരമായി നമ്മളെ പരീക്ഷിക്കുമെന്ന അറിവാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. ഖൈർ കൊണ്ടും ശർറ് കൊണ്ടും ഞാൻ നിങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും മരിക്കും, ഖൈർ കൊണ്ടും ശർറ് കൊണ്ടും പരീക്ഷിക്കും, എന്നിട്ട് നിങ്ങൾ എന്നിലേക്ക് മടക്കപ്പെടുമെന്നാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് നടക്കുന്നതെല്ലാം ഇത്തരം പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങൾ ഓരോന്ന് വരുമ്പോഴും ഈ പരീക്ഷണം എൻ്റെ സ്വർഗം തീരുമാനമാക്കും. ഇതിലൂടെ ഞാൻ എൻ്റെ റബ്ബിൻ്റെ തൃപ്തി നേടും. എൻ്റെ എല്ലാ പാപങ്ങളും പരിഹരിച്ച് എനിക്ക് സ്വർഗം തരാൻ അള്ളാഹു എനിക്ക് തന്ന ഒരു സാഹചര്യമാണ് എന്നൊക്കെ എന്താ പറയുക, ജീവിത ലക്ഷ്യം മനസ്സിലാക്കുന്നവരുണ്ടാവുള്ളൂ. എന്നാൽ ഈ ദുനിയാവിൻ്റെ അപ്പുറത്തേക്ക് മനസ്സ് പോകാത്ത ഒരാൾ എന്താ ആലോചിച്ചിട്ട് സമാധാനപ്പെടുക? എന്ത് ചിന്തിച്ചിട്ടാണ് സമാധാനപ്പെടുക? അപ്പോൾ ജീവിതത്തിൻ്റെ പരിക്കുകൾ പറ്റുമ്പോൾ എന്ത് ചെയ്യും? മനുഷ്യൻ മാനസികമായി അസ്വസ്ഥതപ്പെടും. അപ്പോൾ നമുക്ക് സ്വർഗവും നരകമൊക്കെ ഓർമ്മ വരണം, അത് നമ്മൾ ഓർമ്മിപ്പിക്കപ്പെടണം. ഞാൻ വളരെ സന്ദർഭോചിതമായി ചോദിക്കുന്ന കാര്യം കേട്ടോ. നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ രോഗം വരുന്നവരോട് മരണത്തെക്കുറിച്ച് പറയാനും
പരലോകത്തെക്കുറിച്ച് പറയാനൊക്കെ നമ്മൾ പേടിക്കും. കാരണം അയാൾ ഇനി മരിക്കുകയാണ്, അയാൾ മരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ അവർക്ക് തോന്നുമോ എന്ന് വിചാരിച്ചിട്ട് മരിക്കുന്ന ആൾക്ക് ഒരു ഉപദേശവും കൊടുക്കൂല. രോഗം വന്ന ഒരാളോടൊരു നല്ല വർത്താനവും ദീനിയായിട്ട് പറയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ അയാൾ തെറ്റിദ്ധരിക്കുമോ, ഞാൻ മരിക്കാനായി എന്ന് വിചാരിച്ചു വല്ല ഉപദേശവും തരികയാണോ എന്നൊക്കെ. അങ്ങനെ മരിക്കാനായി എന്നും തോന്നേണ്ട സുഹൃത്തുക്കളെ. നമുക്ക് അയാളോട് പറയാനുള്ള എല്ലാം. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, എൻ്റെ സഹപ്രവർത്തകൻ്റെ മോനെ, ചെറിയ പ്രായക്കാരൻ, 9ാം ക്ലാസ്, അവന് ക്യാൻസർ വന്നു. അപ്പോൾ ക്യാൻസർ വന്നിട്ട് വാപ്പ ഇങ്ങനെ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തോ വാപ്പനോട് ചോദിച്ചു. വാപ്പ വലിയ പണ്ഡിതനാണ്, അറിവുള്ള ആളാണ്, പ്രസംഗകനാണ്, ഖത്തീബാണ്. അപ്പോൾ 9ാം ക്ലാസ് പഠിക്കുന്ന മോൻ ചോദിച്ചു, വാപ്പ നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്യും, ഇപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ, നിങ്ങൾ മരണം എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരും. അഥവാ ഞാൻ മരിക്കുകയാണെങ്കിൽ ആ മരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുക, മലക്ക് എങ്ങനെ വരിക, ഇന്നെങ്ങനെ കൂട്ടിക്കൊണ്ടുപോവുക ഒക്കെ എനിക്കൊന്ന് പറഞ്ഞു തരുന്നതാണ്. അതൊരു വല്ലാത്ത ചോദ്യമാണ്. എന്താണ്, വെറുതെ എന്താണെന്നറിയാത്ത ചില ഊഹങ്ങളിലും ഭയങ്ങളിലും കിടക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് അറിവ് കിട്ടല്ലേ. ആ അറിവ് കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആശ്വാസം ഉണ്ടാകും. എത്രയോ മരണത്തിന്റെ മുന്നിൽ കിടക്കുന്നവരുടെ മുന്നിൽ ഓതിയത് എനിക്ക് ഓർമ്മയുണ്ട് ഈ ആയത്ത്, വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. ബെചാറായി കിടക്കൊന്നും വേണ്ട, മരിക്കണ സമയത്ത് നമ്മുടെ ആത്മാവിനെ അള്ളാഹു ഏറ്റെടുക്കും. ഏതുപോലെ, ഉറക്കത്തിൽ പിടിക്കുന്ന പോലെ, ഉറക്കത്തിൽ ആത്മാവിനെ പിടിക്കുന്ന പോലെ മരണത്തിലും ആത്മാവിനെ പിടിക്കും. എന്നിട്ട് പിടിച്ചിട്ടോ, ഉറക്കത്തിൽ ആത്മാവിനെ പിടിച്ചാൽ അള്ളാഹു വിട്ടുതരും. എന്നാൽ മരണം നിശ്ചയിച്ച ആത്മാവിനെ അവിടെ തന്നെ പിടിച്ചു വെക്കും. അപ്പോൾ ഈ ജീവിതത്തിൽ നിന്നും പുതിയൊരു ലോകത്തേക്കുള്ള ഒരു ഉറക്കത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക്. അവിടെ യാഥാർത്ഥ്യങ്ങളാണ്, സ്വപ്നമല്ല. യാഥാർത്ഥ്യങ്ങളായി തന്നെ ഖബർ ശിക്ഷയും പരലോകത്തെ അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷെ അവിടെ നല്ലവരെ സ്വീകരിക്കാൻ നല്ല മനോഹരമായ, എല്ലാ അർത്ഥത്തിലും നല്ല സുഗന്ധങ്ങളോടുകൂടെ, അതേപോലെ തന്നെ നല്ല സ്നേഹത്തോടുകൂടെ മലക്കുകൾ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോകും. പിന്നെ നമ്മൾ ഓതുന്ന ആയത്ത് ഏതാണ്? പിന്നെ ആയത്താണ്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. മരണത്തെ മുന്നിൽ കാണുന്നവന് ഈ ആയത്തൊക്കെ വലിയ ആയത്ത് തന്നെ സുഹൃത്തുക്കളെ. മലക്ക് വരും, പേടിക്കണ്ട എന്ന് പറയുന്നതാണ്, ഭയപ്പെടണ്ട. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗ്ഗം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഈ സ്വർഗത്ത് കാണുമെന്ന് പറയുമ്പോൾ ആ മരണം എത്ര അനുഭവകരവും ആസ്വാദകരവുമായിരിക്കും. അപ്പം ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇതൊക്കെ അറിയുമ്പോഴേ ഉണ്ടാവുള്ളൂ, ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. അപ്പൊ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആൻ നമുക്ക് തരുന്നുണ്ട്. അതുമ്മ തൊടുമ്പോൾ, അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകും. അപ്പൊ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അത് ഖുർആനിൽ ഉടനീളം അതാണ്. സൂറത്തുൽ ഇൻസാൻ വായിച്ചു നോക്കി നിങ്ങൾ. സൂറത്തുൽ ഇൻസാൻ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ ഫജഅൽനാഹു സമീഅൻ ബസീറാ. മനുഷ്യന്റെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത്, സ്വർഗത്തെക്കുറിച്ച്. അത് നരകത്തെക്കുറിച്ച് 2 ആയത്താണ് പറഞ്ഞിട്ട് സ്വർഗം ഇങ്ങനെ പറയല്ലേ സുഹൃത്തുക്കളെ. ആ സ്വർഗം ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ ഈ ജീവിതത്തിൽ നിന്നും അവിടേക്ക് പോകാൻ നമുക്ക് എന്ത് പേടിയുള്ളത്? ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറാ. നിങ്ങൾ പൂർവ്വകാലഘട്ടങ്ങളിൽ നമ്മുടെ പൂർവികന്മാരെ സ്വാധീനിച്ച വചനങ്ങൾ ചോദിക്കുമ്പോൾ നോക്കൂ, നിങ്ങൾ നരകത്തെയും സ്വർഗത്തെയും കുറിച്ചിട്ടുള്ള ആയത്തുകളാണ്. വഅൻദർതുകും നാറൻ തലല്ലാ ലാ യസ്ലാഹാ ഇല്ലൽ അഷ്ഖാ അല്ലദീ കദ്ദബ വതവല്ല. സ്വർഗവും നരകമൊക്കെ കേൾക്കുമ്പോൾ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ നമുക്ക് കിട്ടും. പിന്നെ ആളുകൾക്ക് അസ്വസ്ഥതയും അസമാധാനം ഉണ്ടാകൽ എപ്പോഴാണ്? രോഗങ്ങൾ വരുമ്പോഴാണ്. രോഗം വന്നാൽ മനുഷ്യന് വല്ലാത്ത ഒരവസ്ഥയാണ്. കാരണം എന്താ അറിയോ? എല്ലാം തടസ്സപ്പെടുകയാണ്. നമ്മളൊരു രോഗിയാവുന്നതോടുകൂടെ എല്ലാം തടസ്സപ്പെടുക മാത്രമല്ല, എന്താ അറിയോ, മറ്റുള്ള ആളുകളെ ആശ്രയിക്കേണ്ടി വരികയാണ്. അതൊരു വല്ലാത്ത അവസ്ഥയല്ലേ? മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരിക. ഒരു കാരണവർ എന്നോട് പറഞ്ഞല്ലോ, എനിക്കൊരു കല്യാണം കഴിക്കണം, പക്ഷെ മക്കളോട് എനിക്ക് പറയാൻ പറ്റൂല, പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ എൻ്റെ മക്കൾ കേൾക്കും, നിങ്ങൾ പറയണം എന്നാണ്. അപ്പം അയാൾക്ക് വയസ്സത്തിന് 90 വയസ്സൊക്കെ ഉണ്ടാവും അയാൾക്ക്. അപ്പം എന്തിനാ ഞാൻ ചോദിച്ചു, എന്താണ് ഇപ്പോൾ എത്ര പ്രയാസം? അപ്പം അതിനോട് പറഞ്ഞാൽ തരൂ, ഈ മരുമകൾ എന്നെ പിടിച്ച് ബാത്റൂമിൽ കൊണ്ടുപോണത് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നില്ല. മരുമകളെ കൂടെ ബാത്റൂമിൽ പോണത് ആലോചിക്കാൻ പറ്റണില്ല. കൂടെ വരാൻ ഒരു ഭാര്യക്കല്ലാതെ ആർക്കാ പറ്റാന്ന്? രോഗം വല്ലാത്തൊരവസ്ഥയാണ് സുഹൃത്തുക്കളെ.
പക്ഷെ രോഗസന്ദർഭങ്ങളിൽ രോഗത്തെക്കുറിച്ച് നമ്മൾ ഇസ്ലാമികമായിട്ട് അറിയണം. ഒന്നെന്തറിയോ, എല്ലാ രോഗത്തിനും ചികിത്സ ഉണ്ട്. നമ്മളെല്ലാവരെയും പറഞ്ഞു പഠിപ്പിച്ച് ഇനി ഒന്നും ചെയ്യാല്ലാന്ന് ആരോട് അങ്ങനെ പറയരുത് സുഹൃത്തുക്കൾ. ആരോട് നിങ്ങൾ മരുന്ന് കുടിച്ചാലും സുഖമാവണമെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം വേണം. നമ്മളതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇന്നലെ നിങ്ങൾക്ക് സാധിച്ചൊരു കാര്യം ഇന്ന് സാധിച്ചോണമെന്നില്ല. എന്തേ? ഇന്നലത്തെ എല്ലാ സാഹചര്യവുമുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അത് നടക്കണോ നടക്കണ്ടേന്ന് അള്ളേ തീരുമാനിക്കാം. അല്ലെങ്കിൽ എന്തിനാ രാവിലെ ഇറങ്ങിപ്പോകുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറയണത്? നിങ്ങൾ എന്നും പോണ വണ്ടിക്കല്ലേ പോണത്? എന്നും പോണ കച്ചവട സ്ഥാപനത്തിലേക്കല്ലേ പോകുന്നത്? എന്നും കഴിക്കുന്ന ഭക്ഷണമല്ലേ കഴിക്കേണ്ടത്? അന്നെന്തേ പ്രത്യേകിച്ചെന്ന് ചെയ്യാൻ? പക്ഷേ അതൊക്കെ എല്ലാം നടക്കാൻ നാഥാ നിന്റെ തുണ വേണം. അള്ളാഹു തീരുമാനിക്കാൻ നടക്കൂല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താലും അള്ളാഹു തീരുമാനിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ചികിത്സ ചെയ്തോളിയും. പക്ഷേ നിങ്ങൾക്ക് ഇനി മുന്നോട്ടില്ല, ആയുസ്സില്ല എന്നൊക്കെ എന്തിനാ പറയണത്? രോഗത്തെക്കുറിച്ച് പറഞ്ഞോളൂ. നിങ്ങൾക്ക് ക്യാൻസർ ആണ്, മാരകമായ ക്യാൻസർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരാൾ സമാധാനിപ്പിക്കാൻ കിട്ടാതെ പറയണം, പടച്ചോൻ മാറാൻ വിചാരിച്ചത് മാറും, ഒരു പ്രശ്നമല്ല. നമ്മൾ എന്ത് പ്രാർത്ഥിക്കല്? അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമ. ഏതെങ്കിലും രോഗം എന്തോ ഒഴിവാക്കണേന്ന്? ഏത് രോഗമാണെങ്കിലും അതിന് ചെയ്യാനുള്ള ചികിത്സ ചെയ്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ, അതുകൊണ്ട് രോഗത്തെക്കുറിച്ച് അറിയുമ്പോഴും റിസൾട്ട് കിട്ടുമ്പോഴൊക്കെ രോഗം മാറണോ മാറണ്ടെന്ന് തീരുമാനിക്കുന്ന ഷാഫി ആരാണ്? അള്ളാഹുവാണ്. ഏറ്റവും വലിയൊരു പ്രവാചകന്റെ, വിശ്വാസിയുടെ മനസ്സാണത്. എനിക്ക് രോഗം വന്നാൽ എൻ്റെ റബ്ബ് സുഖാക്കുന്നു, എനിക്ക് രോഗം വന്നാൽ എൻ്റെ റബ്ബ് എനിക്ക് ശിഫ നൽകും. രോഗത്തിന് മുന്നിൽ പതറില്ല സുഹൃത്തുക്കളെ, വേദനയ്ക്ക് മുന്നിൽ നമ്മൾ പതറിപ്പോവില്ല. കുറച്ചൊരു 70-80 വയസ്സ് കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയും, സാധാരണ മുമ്പുണ്ടായിരുന്ന അതേ വേദന വന്നാലും പ്രായമായവർക്ക് ഭയങ്കര വേദനയേക്കാണ്. സാധാരണ ഉണ്ടാകുന്ന ഒരു വേദന നമ്മളൊക്കെ സഹിച്ചു പോകണ്ടല്ലോ, കുറച്ച് പ്രായം കൂടുമ്പോൾ അത് ഭയങ്കരമായി അനുഭവപ്പെടും. അപ്പോൾ അത് ആദ്യം മനസ്സ് പറഞ്ഞു വെക്കണം. എന്താ പറയുക, കുറച്ച് പ്രായമൊക്കെ എനിക്കായി തുടങ്ങി, അതുകൊണ്ട് എൻ്റെ മുട്ടിന് ചെറിയ വേദന ഉണ്ടാവും, ഊരയ്ക്ക് ചെറിയ വേദന ഉണ്ടാകും, വിഷമം ഉണ്ടാകും എന്ന് അയാൾ മനസ്സിലാക്കണം. എന്നാലെന്താ, ആ വേദനയ്ക്ക് എന്തിനാണ് ഞാൻ സഹിക്കണത്? ആ വേദന സഹിക്കണം. എന്തിനാ വേദന സഹിക്കുന്നത്? എൻ്റെ ജീവിതം അതിൻ്റെ അവസാനങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വേദനകളിലൂടെ എൻ്റെ പാപങ്ങൾ പരിഹരിച്ച്, വേദനകളിലൂടെ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച്, പ്രതിഫലങ്ങൾ വാങ്ങി, വേദനകളില്ലാത്ത, വിഷമങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത ഒരു സ്വർഗത്തിലേക്കുള്ള യാത്രയാണ് ഞാൻ എൻ്റെ മുന്നിൽ തുറക്കാൻ പോകുന്നത്. ഇനി വേദനകളോ ഭയങ്ങളോ ഇല്ലാത്ത പുതിയൊരു ലോകമാണ്. അവിടേക്ക് കടക്കുന്നതിൻ്റെ വാതിലിൽ കിടക്കുമ്പോൾ മരണത്തിൻ്റെ വേദന സഹിക്കണം, രോഗത്തിൻ്റെ വേദന സഹിക്കണം. എന്തെങ്കിലുമൊക്കെ ഒരു മാരകമായ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ട് തന്നെ അല്ലേ സുഹൃത്തുക്കളെ എല്ലാവരും പോകുന്നത്? ആ രംഗങ്ങളെയൊക്കെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റണം. പക്ഷെ അള്ളാഹു സുഖപ്പെടുത്തുമെന്ന പ്രതീക്ഷ വേണം. അപ്പോൾ രോഗങ്ങളിലും നമ്മുടെ മനസ്സ് തെറ്റൂല, മാനസിക നില തെറ്റില്ല. അവിടെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കുവാനും ആ വിശ്വാസം കൊണ്ടും ഖുർആൻ്റെ ആശയങ്ങളെ കൊണ്ടും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ജോലിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരും. അതല്ലെങ്കിൽ എന്തായിരിക്കും? സാധാരണഗതിയിൽ നമ്മുടെ വിവാഹത്തെ ബാധിക്കുന്ന പ്രശ്നം, നമ്മുടെ വിവാഹത്തിന് എന്തെങ്കിലും സംഭവിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡൈവേഴ്സ് ആകുന്നൊരു അവസ്ഥ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം ശരിയായി പോവാതിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? അതിനൊക്കെ പരിഹാരങ്ങളുണ്ട്. ഒന്ന്, എല്ലാം പരിഹരിച്ചു കൊള്ളണമെന്നില്ല, പക്ഷേ പരിഹാരത്തിന് ഏറ്റവും നല്ല നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും. പക്ഷെ നമ്മൾ അന്വേഷിക്കുകയും അറിയുകയും വേണം. ഞാൻ മനസ്സിലാക്കുന്നത്, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, ഇതിന് ഇനിയൊരു സൊല്യൂഷനും ആർക്കും പറയാൻ പറ്റൂല എന്നൊക്കെ നമ്മളാണ് തീരുമാനിച്ചിരിക്കണം. അങ്ങനെ തീരുമാനിക്കരുത് സുഹൃത്തുക്കൾ. നിങ്ങൾ വഴി അറിയാതെ ഒരു സ്ഥലത്ത് കുടുങ്ങിയാൽ നിങ്ങൾക്ക് വഴി പറയുന്ന ഒരാളെ നിങ്ങൾ കണ്ടുമുട്ടും. അതേപോലെ ജീവിതത്തിൽ അറിവില്ലാത്ത ഏതു രംഗങ്ങളിലും നമ്മൾ ചോദിച്ചറിഞ്ഞാൽ പല അറിവുകളും നമുക്ക് കിട്ടും. ആ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും പരിഹാരമുണ്ടാക്കും. നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും മറ്റുള്ളവർക്കറിയാം. ചോദിച്ച് പരിഹരിക്കാനും ഇനി പരിഹരിക്കാനാവില്ലെന്നു കണ്ടാൽ അത് ജീവിതത്തിൽ ഒരു വിധിയായി ഉൾക്കൊള്ളാനും നമുക്ക് പറ്റുമെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് രംഗങ്ങളിലും നമുക്ക് കടന്നു പോകാനാവും. ഞാൻ എന്തേ പറഞ്ഞുള്ളൂ സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ അത് നമുക്ക് പരിധികൾ നിർണ്ണയിക്കാൻ പറ്റാത്ത പ്രയോജനമുള്ളൊരു ഗ്രന്ഥമാണ്. ആ പ്രയോജനം നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ഉണ്ട്, അത് എത്ര ശതമാനം നിങ്ങൾക്കറിയാം എന്ന ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ്
വിശുദ്ധ ഖുർആൻ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഖുർആൻ എന്തുമാത്രം പ്രയോജനങ്ങൾ നമുക്ക് നൽകും. ഇന്നത്തെ എല്ലാ ദുഃഖങ്ങളും മറന്ന് അതീവ സന്തോഷത്തോടെ ജീവിക്കുവാനുള്ള മഹത്തായ ആശയങ്ങൾ പകരാൻ വിശുദ്ധ ഖുർആനിന് പറ്റും. നമ്മളൊക്കെ മുജാഹിദുകളാണ്, സലഫികളാണ്, മുവഹിദുകളാണ്. അതൊരു പ്രത്യേക സന്തോഷമാണ് സുഹൃത്തുക്കളെ. ഇസ്ലാമിലെ ഏറ്റവും പ്രധാനം, വിശുദ്ധ ഖുർആൻ്റെ ഏറ്റവും വലിയ ആശയം എന്താണെന്ന് വെച്ചാൽ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നാണ്. ആ തൗഹീദ് കിട്ടിക്കഴിഞ്ഞ ഒരാൾക്ക് ബാക്കിയൊക്കെ നേടാവുന്നതേ ഉള്ളൂ. അത് നേടാനുള്ള പരിശ്രമങ്ങൾ നമുക്ക് വേണം. കേൾക്കുന്ന വചനങ്ങളെ നമ്മൾ ശരിയായി ചിന്തിക്കണം, പഠിക്കണം, ആലോചിക്കണം, ഉൾക്കൊള്ളാൻ ശ്രമിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഞാൻ വല്ലാതെ നീട്ടി സംസാരിക്കുന്നില്ല സുഹൃത്തുക്കളെ. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന പഠിതാക്കളാണ് നമ്മളെല്ലാവരും. ഇൻഷാ അല്ലാഹ് ഖുർആൻ സമ്മേളനം പൂർത്തിയാകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ക്ലാസ് മുടങ്ങാറുണ്ടെങ്കിൽ സ്ഥിരമായി ആ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും, നിങ്ങളുടെ പ്രദേശത്തൊരു QHLS ഇല്ലെങ്കിൽ ഈ സമ്മേളനാനന്തരം ഒരു QHLS തുടങ്ങാനും, അതിലെന്നും നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും നമ്മൾ പരിശ്രമിക്കണം. നിങ്ങളുടെ ഭാര്യമാരും കുട്ടികളൊക്കെ വീട്ടിലിങ്ങനെ ചെല്ലുമ്പോൾ അവിടെ വേദന ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയും. ഒരു ജുമാക്കോ ഒരു ക്ലാസ്സിനെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ട് നിങ്ങൾ ഒരാഴ്ചക്ക് ഒരു പരാതി ഉണ്ടാവില്ല. മനുഷ്യൻ്റെ മനസ്സ് മടുത്തു പോവുകയാണ്, അതേപോലെ തന്നെ നിരാശപ്പെടുകയാണ്, ക്ഷമയില്ലാതാവുകയാണ്. അതുകൊണ്ട് നിസ്സാര പ്രശ്നങ്ങളെക്കുറിച്ച് അവർ പരാതി പറയും. എന്നാൽ ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും പരലോകത്തെക്കുറിച്ചുള്ള അറിവും അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളൊക്കെ അറിയുമ്പോൾ അവർക്കും ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ വരും. അപ്പോൾ അവരും സന്തോഷത്തോടെ ജീവിക്കും. നമ്മളൊക്കെ കേൾക്കുന്നത് അവരും കേൾക്കണം. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങൾ ഖുർആൻ പഠിക്കുന്നുണ്ടോ, എവിടെ നിന്ന് എന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തണം. അങ്ങനെ വിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു പോകാനും വിശുദ്ധ ഖുർആനെ ഉപയോഗിച്ച് അതിലൂടെയുള്ള സന്തോഷവും ആഹ്ലാദവും നിർഭയത്തെയും അനുഭവിക്കുവാനും വിശുദ്ധ ഖുർആൻ്റെ ആ മനോഹരമായ ആ ആശയങ്ങളിൽ നിരന്തരമായി അറിയാനും അതൊരു ജീവിതത്തിൻ്റെ വലിയ സന്തോഷമായി ഖുർആൻ്റെ പഠനം ഏറ്റെടുക്കുവാനും അതിലൂടെ മുന്നോട്ട് പോകുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവും.